പൂമ്പാമ്പാ അമ്പൽ അമ്പൽ. നമ്മൾ 3 ലെജൻസിനെ കാണാൻ വന്നതാണ്. മണിരത്നവും കമലഹാസനും AR റഹ്മാൻ്റെ മ്യൂസിക്. ഇത് പ്രതീക്ഷിച്ച് 3 L കാണാൻ വന്നതാണ്. ശരിക്കും 3 G ആണ് തന്നേക്കുന്നത്. നല്ലവണ്ണം ഉണ്ട്. പടം നല്ല ഫ്ലോപ്പാണ്. ഒട്ടും ഇരുന്ന് കാണാൻ പറ്റത്തില്ല. സ്ക്രിപ്റ്റ് ഭയങ്കര പാസവും പിന്നെ സ്ഥിരം കണ്ടതും ഒന്നുമില്ല. ഇത് മണിരത്നം എടുത്ത പടമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഭയങ്കര കത്തിപ്പടം. ഭയങ്കര കത്തി എന്ന് വെച്ചാൽ ഒരു 1 റേറ്റിംഗ് പോലും കൊടുക്കാൻ പറ്റാത്ത അത്ര ദയനീയം. ആകെ ഫസ്റ്റ് ഹാഫിലെ മേക്കിംഗ് മാത്രം കൊള്ളാം. പടം നല്ല രീതിയിൽ പൊട്ടും എന്നുള്ളതാണ്. ഇതാണ് ദുൽഖർ രക്ഷപ്പെട്ടു. ദുൽഖർ ഭാഗ്യം. ദുൽഖറിന് എന്തോ നല്ല സമയമായതുകൊണ്ട് ദുൽഖർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. ദുൽഖർ ഒരു വകയില്ല. എത്ര തല്ലിക്കൊന്നാലും എണിച്ചു വരുന്നത് കമലഹാസൻ. ഇത് തന്നെയാണ് ഈ പടത്തിലുള്ളത്. നല്ല രീതിയിൽ പടം. ഒരു സസ്പെൻസും ഇല്ല. ഇരുന്ന് ആ പടം മൊത്തം ഇരുന്ന് കാണണമെങ്കിൽ നമുക്ക് കുറച്ച് ചങ്കുറപ്പ് വേണം. അത്രയ്ക്ക് ദയനീയമായിട്ടാണ് പടം എടുത്തു വെച്ചേക്കുന്നത്. ഒട്ടും പോരാ പടം. മൊത്തത്തിൽ ഭയങ്കര ഡ്രാഗ്. നമ്മൾ ആ ലെജൻസിനെ കാണാൻ വന്നിട്ട് ആ ഒരു കോമ്പിനേഷൻ്റെ ഒന്നുമില്ല. ഭയങ്കരമായ ഡ്രാഗ്. ജോജുവിൻ്റെ കുറച്ച് സൈഡിലൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ജോജുവിനെയൊക്കെ എടുത്ത് ഒരു ഇമ്പാക്റ്റ് ഇല്ല. പടം മൊത്തത്തിൽ ഭയങ്കര ഡ്രാഗ്. ലാഗ് എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് ഒക്കെ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്നില്ല. ഭയങ്കര ഒട്ടും ഇമോഷൻ. ഭയങ്കരമായിട്ട് ഫാമിലി ഓറിയന്റഡ് പാസം ഭയങ്കരമായിട്ട് അങ്ങ് തള്ളി കയറ്റിയിട്ട് നമുക്കങ്ങ് തല പെരുക്കുന്ന ഒരു അവസ്ഥ. ഒരു രക്ഷയില്ല. കമലഹാസനെ കാണാൻ വന്നിട്ട് തിയേറ്ററിൽ നിന്ന് ആസനം തേഞ്ഞ അവസ്ഥയായി. മൊത്തത്തിൽ ആകെപ്പാടെ ഒരു സുഖമില്ല. സെക്കൻഡ് ഹാഫ് തീരെ പോരാ. സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിങ്ക്. സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ഇത് മണിരത്നം സിനിമ ആണ് കാണുന്നതെന്ന് ഒരു ഡൗട്ടായി. പക്ഷേ തീരെ പോരാ. ഐ തിങ്ക് പടം തീർന്നില്ല. പടം തീരുന്ന മുമ്പ് നമ്മൾ ഇരിക്കാൻ പറ്റുന്നില്ല. ഓടി വന്നു. സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിങ്ക്. ഫസ്റ്റ് ഹാഫ് നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു. അടിപൊളി. മണിരത്നത്തിൻ്റെ എല്ലാ ടച്ചും ഉണ്ടായിരുന്നു. നായകൻ്റെ ഫുൾ ടച്ച് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പം മൊത്തം കൊളായി. മൊത്തം എന്ന് വെച്ചാൽ ഒന്നുമില്ല. മൊത്തം അടി. ഭയങ്കര ഓവർ ആയിട്ടാണ് വന്നത്. പക്ഷേ ഐ തിങ്ക് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിങ്ക് ആയി. തീരെ ഇഷ്ടപ്പെട്ടില്ല. ഐ തിങ്ക് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി എ ഫ്ലോപ്പ്. കമലഹാസൻ്റെ അടിപൊളി പെർഫോമൻസ്, സിംബുയുടെ അടിപൊളി പെർഫോമൻസ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഇരിക്കാൻ പറ്റില്ല. ക്യാമറ ഒക്കെ കൊള്ളാം, സിനിമാറ്റോഗ്രാഫി ഒക്കെ കൊള്ളാം. ഫസ്റ്റ് ഹാഫ് അടിപൊളി. ഫസ്റ്റ് ഹാഫ് മണിരത്നത്തിൻ്റെ എല്ലാ ടച്ചും ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് തീരെ മോശം. ഇന്ത്യൻ ടൂവിനെക്കാട്ടിലും ബെറ്റർ. നല്ല പടം. മൂവി കൊള്ളാം. മണിരത്നത്തിന്റെ പഴയ പടത്തിനെ പോലെയൊക്കെ ഉണ്ട്. നായകനൊക്കെ സെക്കൻഡ് വളരെ മോശം. വളരെ കണ്ടോണ്ടിരിക്കുക. എത്ര സെക്കൻഡ് ഹാഫ് വളരെ മോശം. ഞാൻ സിനിമ സഹിക്കാൻ പറ്റില്ല. സെക്കൻഡ് ഹാഫ് വളരെ മോശം. അതായത് ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, തിരക്കില്ല പോയി. മണിരത്നത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ പ്രതീക്ഷയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ ഒരു ക്യാരക്ടറാണ് രംഗനായ ശക്തിവേൽ എന്ന് പറഞ്ഞാൽ. ആ ക്യാരക്ടറിനായി ഉൾക്കൊള്ളാൻ അയാൾ വയസ്സായിട്ട് അഭിനയിക്കുന്നതാണെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇറങ്ങി പോണത്. കഥയിലൊന്നും പുതുമയില്ല. ഒന്നുമില്ല. പിന്നെ ഒരു മൂപ്പന്റെ കുറവുണ്ട്. അത്രയും കുഴപ്പമില്ല. പക്ഷേ മണിരത്നത്തിൻ്റെ ആ ഒരു ടച്ചില്ല. പിന്നെ കമലഹാസൻ്റെ പോഷൻ ഓക്കെയാണ്. ബാക്കിയൊന്നും അത്ര ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. വേണം ബ്രോ പ്ലീസ്. Maniratnam was the new Shankar. Very bad. Please. What is the problem with you? The movie itself is the problem. It is, lack of storytelling. There's no connection with the movie, and there's like they've meant to feel the emotions, but we don't connect with the movie at all. So no use. I don't think this is a proper Maniratnam film or a Kamal Haasan film, and I don't know why did Kamal tell that this will be better than Nayagan. This doesn't even come close to Nayagan. Very bad. So is it better than Indian 2? Yeah, compared to Indian 2, if you see any movie is better. So yeah, this is, see, the problem, you can watch it once, but
No use. No, the whole movie is so slow. There's like, if it is ups and downs, you can tell it is like an average movie. It just goes straight, flat, nothing else. No use. See, they try to do it on the screen, but the thing is, we don't feel that emotion. We don't get connected to the characters. Like, there's no good depth in the characters. We can't see the writing in that. That is the issue. ഫസ്റ്റ് ഹാഫ് വേണം അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് ഫൈറ്റ് എല്ലാം ആക്ഷൻ പക്കാവും. ആക്ടിങ് കമൽ ആക്ടിങ് സൂപ്പർ. സ്റ്റോറി നല്ല സ്റ്റോറി ഒന്നുമില്ല, ശോകമാണ്. ശോകം തന്നെ. പെർഫോമൻസ് മാത്രം കൊള്ളാം, ബാക്കി സ്റ്റോറി ഒന്നുമില്ല ബ്രോ. അങ്ങനെ എടുത്തെന്ന് പറയാനേ പറ്റും. മണിരത്നം എടുത്തെന്ന് പറയാനേ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ഇതിൽ പോലും നമുക്ക് കൈയടിക്കണം തോന്നൂല, ആ രീതിയായി പോയി. അവരെന്തോ മാസമായിട്ട് കാണിക്കും, നമുക്കൊന്നും തോന്നുന്നില്ല, ഫീൽ ആവൂല. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വിഷമമുണ്ട്, ദേഷ്യമുണ്ട്, 10 തെറി പറയണമെന്നുണ്ട്. കാരണം നായകനെന്ന് പറഞ്ഞ ഒരു ക്ലാസിക് പടം എടുത്ത മണിരത്നവും കമലഹാസനും എത്രയോ വർഷത്തിന് ശേഷം ഒന്നിച്ചൊരു സിനിമയാണ്. പക്ഷെ എന്താണ് എടുത്തു വച്ചിരിക്കുന്നത്? ടോട്ടലി ഡെഡ് ലൈഫാണ്. ഡെഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലൈഫ്. അത്രയ്ക്ക് ഊള സ്ക്രിപ്റ്റാണ് എടുത്തു വച്ചിരിക്കുന്നത്. കമലഹാസൻ വേസ്റ്റഡ്, തൃഷ വേസ്റ്റഡ്, എ റഹ്മാൻ വേസ്റ്റഡ്. സത്യം പറഞ്ഞാൽ തിയേറ്റർ ചത്തിരിക്കും എന്ന് പറയൂലേ. പിന്നെ ലെജൻസ് ആയതുകൊണ്ട് ചീത്ത വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ. സത്യം പറയാം, കമലഹാസനും മണിരത്നവും പ്രേക്ഷകരെ പറ്റിച്ചു. ഈ തഗ് ലൈഫ് എന്ന് പറഞ്ഞ പേരും എടുത്തു വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സിനിമയാണ് എടുത്തു വയ്ക്കുന്നത്. എന്ത് ഇമോഷനുണ്ട്, പ്രേക്ഷകർക്ക് എന്തെങ്കിലും കണക്ഷൻ കിട്ടണ്ടേ? ഇതിൽ കുറേ കമലഹാസൻ കരയുന്ന ഇതൊക്കെ ഉണ്ട്. മണിരത്നത്തിൻ്റെ ഒരുപാട് ഫ്ലോപ്പ് പടമുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതിലൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇമോഷൻസ് കൺവേ ചെയ്തിരിക്കുന്നത്. ഇത് പ്രേക്ഷകരായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കുന്നില്ല സിനിമയ്ക്ക്. 2.25 മണിക്കൂർ പട തുടക്കമൊക്കെ കൊള്ളായിരുന്നു. ചിമ്പുവിനൊക്കെ ട്രെയിലർ കണ്ടപ്പം സത്യം പറഞ്ഞാൽ ട്രെയിലർ ഈ പടത്തിനെ നശിപ്പിച്ച് കളഞ്ഞു. ട്രെയിലറിൽ ഉള്ളതല്ലാതെ ഒറ്റ സാധനം സിനിമയിലില്ല. ട്രെയിലറിൽ ഫുൾ സിനിമയും പറഞ്ഞിട്ടുണ്ട്. മണിരത്നവും കമലഹാസനും കൂടി ഇങ്ങനെ ഒരു പടം എടുക്കാനാണ് ഒന്നിക്കുന്നതെങ്കിൽ ഒന്നിക്കേണ്ട ആവശ്യമേ ഇല്ല. വിഷമമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്. സത്യം പറഞ്ഞാൽ ചീത്തയാണ് വിളിച്ചു പറയുന്നില്ല. മണിരത്നവും കമലഹാസനും ജോജു ഒക്കെ ആളി കത്തിക്കാനുള്ള പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളം ഒഴിച്ച് കെടുത്തി കളഞ്ഞു. എല്ലാവരും വേസ്റ്റഡ് ആക്കി കളഞ്ഞു. കമലഹാസൻ്റെ ആ ഒരു പേര് തന്നെ ഭയങ്കര പവറിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ സിനിമയെ ഒരു നല്ലൊരു ഫൈറ്റ് സീൻസ് പോലും എടുത്തു പറയാനില്ല. ഒന്നുകിൽ അവർ ഈ തഗ് ലൈഫ് പേര് മാറ്റി വേറെ എന്തെങ്കിലും കാവ്യാത്മകമായിട്ടുള്ള പേരിട്ടിട്ട് അങ്ങനെ പടം എടുത്തു വയ്ക്കണം. തൃഷയുടെയൊക്കെ ഒരു ക്യാരക്ടറുണ്ട്, കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ കമലഹാസൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഓരോരുത്തർക്ക് പ്രഷർ ഷുഗറൊക്കെ വരുന്ന പോലെയാണ് എനിക്ക് മറ്റേ അവിഹിത ബന്ധം വരുന്നത്. അത് ഗ്ലോറിഫൈ ചെയ്യാനാണെങ്കിൽ ഈ സിനിമ എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം കമലഹാസൻ്റെ പേഴ്സണൽ കാര്യമൊക്കെ, അതും ഓക്കെ എന്തോ ആയിക്കൊണ്ട് പോട്ടെ. പക്ഷേ സിനിമ എടുക്കുമ്പോൾ അത് പ്രേക്ഷകനെ കൺവേ ചെയ്യണം. അല്ലെങ്കിൽ ഇമോഷൻസ്, സത്യം പറഞ്ഞാൽ രവി കെ ചന്ദ്രൻ്റെ ക്യാമറ വർക്കുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആക്ഷൻ സീൻസൊക്കെ പറയാം. പക്ഷെ ഈ തഗ് ലൈഫ് എന്ന് പറഞ്ഞ പേര് വിട്ടിട്ട് ടോട്ടലി ഡെഡ് മോഡാണ്. ഞാൻ ഒരു എത്ര മോശം സിനിമയാണെങ്കിലും ഞാൻ കടിച്ചു പിടിച്ചിരുന്ന് കാണും. ഇതും അങ്ങനെ കടിച്ചു പിടിച്ചിരുന്നാണ് കണ്ടത്. എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്, എന്തൊക്കെ പച്ചത്തെറി പറയണമെന്നാണ്. പിന്നെ വീണ്ടും ഞാൻ കൺട്രോൾ എന്തെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നായകനാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചീത്ത വിളിക്കാത്തത്. ഭയങ്കര വിഷമമുണ്ട്, വളരെ മോശം പടം. ഇങ്ങനെ ഒരു മോശം സ്ക്രിപ്റ്റിൽ ഈ 2.25 മണിക്കൂർ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ഒരു പടം എടുക്കും. പ്രത്യേകിച്ച് കമലഹാസനെ പോലെ. കമലഹാസൻ വിക്രം തന്നു, ഇന്ത്യൻ 2 ഒരു അപരാധ പടം തന്നു. അത് വെച്ച് നോക്കി ഇത് ഭേദമാണ്. പക്ഷേ മണിരത്നം കമലഹാസൻ കോംബോ എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഇങ്ങനെ നശിപ്പിക്കാൻ പാടില്ല. പറഞ്ഞു പഴകി തേമ്പി കഥയാണ്. ആ കഥ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെക്കാട്ടും അട്ടർ മേക്കിംഗ്, ഇമോഷൻസ് ഒന്നും കൺവേ ആവണില്ല. ഞാൻ ഈ ഒരു വേർഡെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പൈസ കൊടുത്ത് കണ്ടതിന് എനിക്കൊരു അർത്ഥമില്ലാതെ. അതുകൊണ്ടാണ് ആ വേർഡ് ഞാൻ യൂസ് ചെയ്തത്. ടോട്ടലി ഡിസപ്പോയിന്റ്. എന്ത് പറയാ, വേസ്റ്റ് ലൈഫ് എന്നോണം പറയാൻ വളരെ മോശം, ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദുൽഖറിന്റെ ബിഗ്ഗസ്റ്റ് എസ്കേപ്പ് എന്നാണ് പറയാൻ. അവർ രക്ഷപ്പെട്ടു പോയി. പിന്നെ വളരെ സന്തോഷമുണ്ട്. പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ദുൽഖർ സൽമാനൊക്കെ ഈ പടം വന്ന് ചെയ്തിരുന്നെങ്കിൽ ട്രോളിക്ക് ഒന്നെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ രക്ഷപ്പെട്ട്. ജയൻ രവി ആൾറെഡി ഫ്ലോപ്പുകളാണ് ചെയ്തുകൊണ്ട് അതിനിടയ്ക്ക് ഇതും കൂടെ വന്നെങ്കിൽ തീർന്ന്. ഇപ്പം ചിമ്പൂരെയൊക്കെ വെച്ച് കിട്ടിയതുകൊണ്ട് വേറെ പ്രശ്നമില്ല. കാരണം പഴയ കഥ പുതിയ മോഡലിൽ കുപ്പിയിലാക്കിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല. തൃശ്ശയും നല്ല ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇത് ചെയ്തപ്പോഴത്തേക്കും തൃശ്ശയുടെ ഇമേജും കൂടെ പോവേ ഉള്ളൂ. ഐശ്വര്യലക്ഷ്മിയൊക്കെ എന്തിനു വരുന്നത് എന്തിനു പോടാതെ അറിഞ്ഞൂടാ. നമുക്ക് ഒന്നും അത് കണ്ടു മറന്ന സെയിം സ്റ്റോറിനെ ഒന്നും പറയാനില്ല. മോശം എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം മണിരത്നത്തിൻ്റെ പടം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാമല്ലോ, ഇതിലൊന്നുമില്ല. ഭയങ്കര മോശം, അതാണ് ചെയ്തിരിക്കുന്നത്.
പെർഫോമൻസ് വൈസും മേക്കിംഗ് കാര്യങ്ങൾ മണ്ഡലത്തിന്റെ ആ ഒരു മേക്കിംഗ് അതൊക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മണ്ഡലത്തിൽ അപ്ഡേറ്റ് ആവുന്നില്ല. പഴയ രീതി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതൊരിക്കലും പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യൂല. അതാണ് മെയിൻ വിഷയം. ബ്രോ ലൈക്ക് കഥ ഒന്നുമില്ല ബ്രോ. ലൈക്ക് വെറുതെ നമ്മളൊരു ചുമ്മാ ഒരു പടം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു വൈബ്. മേക്കിംഗ് കൊള്ളാം, മ്യൂസിക് കൊള്ളാം, അഭിനയിച്ച എല്ലാ ആൾക്കാരും കൊള്ളാം. പക്ഷെ അതിനപ്പുറത്തെ ഈ സിനിമയിലൊന്നുമില്ല. കഥ നമ്മൾ കണ്ടുമടുത്ത കഥയാണ്. എല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് എന്താ നടക്കുക, നമ്മുടെ ക്ലൈമാക്സ് എന്താണ് എന്നെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കൂടുതൽ നമുക്ക് വലിയ ഒരു ആവറേജ് ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. മറിച്ച് അപ്പുറം ഒന്നുമില്ല. മണിരത്നം മേക്കിംഗ് കൊള്ളായിരുന്നു മണിരത്നം. പക്ഷെ ആ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് നമ്മൾ കണ്ടുമടുത്ത കഥയാണ്. ലൈക്ക് ഒരുമാതിരി നായകൻ തൊട്ട് ചെക്കച്ചിവാന്ത വനം എല്ലാം മിക്സഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല. കഥ ഭയങ്കര ബോറാണ്. പടം കൊള്ളാം, ഒരു ആവറേജ് ഫീലാണ് ഉള്ളത്. ലൈക്ക് സ്റ്റോറി ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. മാത്രമല്ല ലൈക്ക് നമ്മൾ യൂഷ്വലായിട്ട് കണ്ടുവരുന്ന അതേ ടെംപ്ലേറ്റ് തന്നെ അടുത്ത ഏത് സീനാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പോരായ്മ മാത്രം തോന്നി. അല്ല ലൈക്ക് ആക്ടിങ് വൈസ് ആയാലും ശരി, നമ്മളിപ്പോൾ STRൻ്റെയും കമൽഹാസൻ്റെയൊക്കെ ആക്ടിങ് ടോപ്പ് തന്നെയാണ്. മേക്കിങ്ങും നല്ല രീതിയിൽ ഉണ്ട്. BGM വൈസ് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ മെയിനായിട്ട് പറയാനുള്ള പോരായ്മ സ്ക്രിപ്റ്റിൻ്റെയും സ്റ്റോറിയുടെ മാത്രമാണ്. ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. അടുത്ത സീൻ എന്താണ്, ഡയലോഗ് ഉൾപ്പെടെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഹാഫ് ഇച്ചിരി ലാഗ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫൊക്കെ അടുത്ത ഈ സീൻ തന്നെ അങ്ങനെയുള്ള രീതിയിലാണ് പോയത്. പടം ഒരു ആവറേജ് പടമാണ്. അങ്ങനെയൊന്നുമില്ല. ലൈക്ക് സിംബുവിന്റെ കാസ്റ്റിംഗ് അങ്ങനെ ബോറായിട്ട് തോന്നിയില്ല. ലൈക്ക് ദുൽഖർ ആണെങ്കിൽ പോലും ലൈക്ക് നല്ലൊരു റോൾ ആയിരിക്കും. സിംബുവിന്റെ നല്ലൊരു കോമ്പറ്റബിൾ റോൾ ആയിരിക്കും പടം. നമ്മൾ ട്രെയിലർ എന്ത് കണ്ടോ അത് തന്നെയാണ് പടം ഇതിനകത്ത്.